അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈസൂർ പഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 4 ചെറുപഴമാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയുടെ സ്മെല്ലൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് 2 നുള്ള പട്ട പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ പട്ട പൊടിച്ചത് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ കോഴിമുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തു വെച്ച പഴം ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 2 മുട്ട എടുത്തിട്ടുള്ളത്. ബാക്കി വന്ന മുട്ട നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ലൊരു സൂപ്പർ ഓംലേറ്റ് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. പഴത്തിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 4 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്രയാണോ അംഗങ്ങളുള്ളത് അതിനനുസരിച്ച് പഴം എടുക്കുക. അപ്പോൾ മുട്ടയുടെ അളവ് ഇതൊക്കെ മതിയാവും. ഇതിൽ കോട്ട് ചെയ്തെടുത്ത പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ മുട്ടയിൽ കോട്ട് ചെയ്തെടുത്ത ഓരോ പഴവും ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് മുട്ടയിൽ കോട്ട് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുട്ടയിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കാതെ പഴം ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവത്തിന് കിട്ടില്ല. ചിലപ്പോൾ പഴം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം പഴം ഒന്ന് പൊട്ടിപ്പോവാതെ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മുട്ടയിലിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പഴമെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇപ്പോൾ അത് എല്ലാ പഴവും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. അതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ ഈ ഒരു സമയം കൊണ്ട്. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ശർക്കര എല്ലാം ഒന്ന് ഉരുകി വരട്ടെ. നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ശർക്കര ഇത് പൊടിച്ച് എടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുകി കിട്ടും. ഇപ്പോൾ ശർക്കര എല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണോ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് പാനിലേക്ക് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് ഇതുപോലെ ഒന്ന് തേങ്ങ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിലെ ചെറിയ ജാറിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പം നിലക്കടല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് കശുവണ്ടിയോ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് വേണ്ട, ഒരു 1/4 കപ്പ് എടുത്താൽ മതിയാവും. നമ്മൾ എടുത്ത 4 പഴത്തിൻ്റെ അളവിലുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് നിലക്കടല ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിച്ചെടുക്കരുത്. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ള അവിലും എടുക്കാവുന്നതാണ്. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത്.
ഇതുപോലെ പെട്ടെന്ന് ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കി നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയൊന്നും ചേർത്ത് പൊടിച്ചതല്ല, സാധാരണ ഏലക്ക മാത്രം വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ 2-3 തല്ലി ചതച്ചിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പഴമെല്ലാം നല്ലതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് മുട്ടയുടെ മഞ്ഞ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതിയാകും. ഒരു മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതിയാകും. നമ്മൾ മുട്ടയുടെ മഞ്ഞ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രമായിട്ടും ചെയ്തിട്ടെടുക്കാം. എങ്ങനെയായാലും പഴം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിന്നും ഒരു പഴം എടുത്ത് ഒന്ന് കട്ട് ചെയ്യാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, 1/4 ഭാഗത്തോളം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പഴമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് ഇതുപോലെ പഴം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴത്തിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതാ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടി എവിടെ ഇരുന്നോളും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പഴമൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പഴം മുഴുവനായിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് ഫില്ലിംഗ് ഉണ്ട്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫില്ലിംഗ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബാക്കിയിരിക്കുന്ന പഴവും ഇതുപോലെ ഫില്ലിംഗ് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മളെടുത്ത 4 പഴവും ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഫില്ലിംഗ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ പഴമൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെറുതെ ഫില്ലിംഗ് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് തേൻ ഇതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടീസിനൊക്കെ ഇങ്ങനെ തേനൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ സ്നാക്സൊക്കെ പഴം വെച്ചിട്ട് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ പഴമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയല്ലേ വരുന്നത്. അതുപോലെയൊക്കെ നമ്മൾ പഴം വെച്ചിട്ട് സ്നാക്സ് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും പഴമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്